ഇന്നലെ രാത്രി വരെയും മരുന്നുകളോട് പ്രതികരിക്കാത്ത രീതിയിലായിരുന്നു കവിയൂർ പൊന്നമ്മയുടെ അവസ്ഥ. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകളിൽ ചെറിയ മാറ്റമുണ്ടെന്നും ശരീരം മരുന്നിനോട് പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നും അതിൻ്റെ പ്രതികരണമായി തന്നെ മരുന്നിൻ്റെ ഇഫക്റ്റുകളാൽ തന്നെ ശരീരത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നുമാണ് നല്ലൊരു സന്തോഷ വാർത്ത പുറത്തുവരുന്നത്. അമ്മ ബെറ്ററായി വരുമെന്ന് പ്രാർത്ഥിക്കുകയാണ് മലയാള സിനിമ സ്നേഹികൾ എല്ലാം. മലയാള സിനിമയിലെ അണിയറ പ്രവർത്തകർക്കെല്ലാം അതൊരു സന്തോഷ വാർത്ത തന്നെയാണ്. കവിയൂർ പൊന്നമ്മയുടെ ഒരു തിരിച്ചുവരവ് തന്നെയാണ് മലയാളി പ്രേക്ഷകർ ആഘോഷിക്കുന്നത്. കാരണം ഇത് ഒരു വലിയ പ്രതീക്ഷയാണെന്ന് അവർ വിശ്വസിക്കുന്നു. ഇന്നലെ രാത്രി വരെ തന്നെ മാറ്റമില്ല എന്ന് പറഞ്ഞിരുന്ന അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ മരുന്നുകളോട് ചെറുതായി പ്രതികരിച്ചു തുടങ്ങുന്നുണ്ടെന്നും ബോഡി അത് അകത്തേക്ക് എടുക്കുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ കൂടുതൽ രക്ഷപ്പെടാനുള്ള സാധ്യതകളുണ്ട് എന്നും പറയുന്നുണ്ട്. അതീവ ഗുരുതരാവസ്ഥ തരണം ചെയ്യുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നതും. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ചർച്ച ചെയ്യുന്നതും ഇതേ വിഷയം തന്നെയാണ്. ഇപ്പോൾ ഐസിയുവിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ് കവിയൂർ പൊന്നമ്മ കഴിയുന്നത്. അവിടെ നിന്ന് മാറ്റമില്ലെങ്കിലും ചെറുതായി ശരീരം പ്രതികരിക്കുന്നത് ഒരു സന്തോഷ വാർത്തയായി തന്നെ അവിടെയുള്ളവർ പറയുന്നുണ്ട്. മലയാളികളുടെ പ്രിയ താരം കവിയൂർ പൊന്നമ്മ അതീവ ഗുരുതരാവസ്ഥയിൽ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിൽ കഴിയുകയാണ്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നായിരുന്നു താരത്തിന് ആരോഗ്യനില വഷളായി തുടങ്ങിയതും ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചതും. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അഭിനയത്തിൽ നിന്നും ഇടവേളയെടുത്ത കവിയൂർ പൊന്നമ്മ കരിമാളൂരിലെ വസതിയിൽ വിശ്രമ ജീവിതത്തിലായിരുന്നു. അസുഖങ്ങളെല്ലാം ഭേദമായി കവിയൂർ പൊന്നമ്മ ജീവിതത്തിലേക്ക് തിരികെ എത്തണമെന്ന പ്രാർത്ഥന മാത്രമാണ് സഹപ്രവർത്തകർക്കും സിനിമാ ലോകത്തും ആരാധകർക്കും പങ്കുവയ്ക്കാനുള്ളത്. അതുമാത്രമാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതെന്ന് കൂടി പറയണം. പറവൂർ കരിമാളൂർ വസതിയിൽ വിശ്രമ ജീവിതം നയിച്ചുകൊണ്ടിരുന്ന കവിയൂർ പൊന്നമ്മയുടെ ഇടയ്ക്കിടയ്ക്കുള്ള ചിത്രങ്ങളൊക്കെ പുറത്തു വരാറുണ്ടായിരുന്നു. സ്വാഭാവികമായും ഓണത്തിന് കുടുംബത്തോടൊപ്പം ആഘോഷത്തിന് ശേഷമുള്ള ചിത്രങ്ങളാണ് പങ്കുവച്ച് എത്താറുള്ളത്. എന്നാൽ ഇത്തവണ അത് എത്താത്തപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ചെറിയ സംശയമുണ്ടായിരുന്നു. എന്നാൽ അത് പിന്നീട് സത്യമാവുകയായിരുന്നു എന്ന് പറയുന്നതാണ് കാര്യം. പ്രേക്ഷകർക്കെല്ലാവർക്കും വളരെയധികം സുപരിചിതയും വളരെയധികം പ്രിയങ്കരിയും അമ്മ കഥാപാത്രങ്ങളിലൂടെ മലയാളികളെ കുറേയധികം വിസ്മയിപ്പിച്ച നടിയുമാണ് കവിയൂർ പൊന്നമ്മ. എടുത്തു പറയേണ്ടത് കൂടുതലും മോഹൻലാലിനോടൊപ്പം ചെയ്ത കഥാപാത്രങ്ങൾ തന്നെയാണ്. മോഹൻലാലിന്റെ അമ്മയായി എത്തിയത് കൊണ്ട് തന്നെ കവിയൂർ പൊന്നമ്മയ്ക്ക് ഒരുപാട് താരങ്ങളുടെ പ്രീതി നേടാൻ സാധിച്ചു. അതുപോലെ തന്നെ മോഹൻലാൽ ആരാധകർ തന്നെയാണ് ഏറ്റവും കൂടുതൽ കവിയൂർ പൊന്നമ്മയുടെ ഈ വാർത്ത നോക്കുന്നത്. കവിയൂർ പൊന്നമ്മ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിലാണെന്ന് ഇന്നലെ പുലർച്ചെ വന്ന വാർത്തയാണ്. 79 വയസ്സാണ് കവിയൂർ പൊന്നമ്മയ്ക്ക്. ഒരുപാട് ആഗ്രഹത്തോടെയാണ് സിനിമയിൽ എത്തിയതും ആഗ്രഹത്തോടെ തന്നെയാണ് സിനിമയിൽ കഴിഞ്ഞതും. എണ്ണമറ്റ് പറയാൻ സാധിക്കാത്ത സിനിമകളാണ് കവിയൂർ പൊന്നമ്മ അഭിനയിച്ചു തീർത്തത്. തൻ്റെ കയ്യിൽ എന്തുതരം കഥാപാത്രവും വളരെയധികം മികച്ചതാക്കാൻ സാധിക്കുമെന്ന് കവിയൂർ പൊന്നമ്മ എപ്പോഴും സാധിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നാലും അമ്മ കഥാപാത്രങ്ങളിലാണ് പ്രത്യേകിച്ച് പ്രേക്ഷകർക്ക് കവിയൂർ പൊന്നമ്മയെ ഓർത്തെടുക്കാനും ഇഷ്ടം. പ്രത്യേകിച്ച് മോഹൻലാൽ ചെയ്യുന്ന കഥാപാത്രങ്ങളുടെ അമ്മയായി എത്തുമ്പോൾ അതിലൊരു മകൻ സ്നേഹം, അമ്മ സ്നേഹം അല്ലാതെ തന്നെ പ്രേക്ഷകർക്ക് തോന്നുന്നു എന്നതാണ് പ്രേക്ഷകർ തന്നെ എപ്പോഴും ചൂണ്ടിക്കാട്ടുന്നത് തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ എപ്പോഴും കവിയൂർ പൊന്നമ്മയെ അമ്മയായി കാണുമ്പോൾ മകനായി മോഹൻലാലിനെ അല്ലാതെ മറ്റാരെയും കാണാൻ സാധിക്കില്ല എന്ന് പറയുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.